എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയുടെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട്, ഒരു കവർ പാല്, കുറച്ച് കാഷ്യൂനട്ട്, മുന്തിരിപ്പഴം, ഒരു ഉണ്ട ശർക്കര. അത് ഒരു പാത്രത്തിലേക്ക് വെച്ച് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് എടുത്തു വെച്ച കാഷ്യൂനട്ടും മുന്തിരിപ്പഴവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഉരുക്കി വെച്ച ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ശർക്കര മാറ്റി വയ്ക്കുക. ഇനി ശർക്കര ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് കുറുകണം. ഇനി ഈ ഒരു സമയത്ത് അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവലും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അവൽ വിളയിച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വരട്ടിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടർ 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 സ്പൂണ് ചൗവരി എടുത്തത് നന്നായിട്ട് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മാറ്റി വെച്ച ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചൗവരി നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ചൗവരി ഇനി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുന്നത് വരെ വയ്ക്കുക. ഇപ്പോൾ ചൗവരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ച പാല് ഒഴിച്ചു കൊടുക്കുക. 1 കവർ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ കവറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഈ പാലിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം ഈ വരട്ടി വെച്ച അവൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കും ഏലക്കായും കൂടി പൊടിച്ച പൊടി ഇട്ട് കൊടുത്തു. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുക. പാലിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം വരട്ടി വെച്ച അവലും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയം സ്റ്റൗ സിമ്മിലാക്കിയിട്ട് വേണം അവൽ ചേർത്ത് കൊടുക്കേണ്ടത്. വരട്ടി വെച്ച അവൽ തണുത്തപ്പോൾ നല്ല കട്ടിയായി ഇരിക്കുകയാണ്. അത് മുഴുവനായിട്ട് ഇനിയും പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇനി ഒന്ന് തിളച്ച് വരികയേ വേണ്ടൂ.
കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അവലും പാലും എല്ലാം കൂടി മിക്സ് ആകുമ്പോഴത്തേക്ക് നല്ല മധുരം ഉണ്ടാകും. ആ ഒരു ഉണ്ട ശർക്കര തന്നെ ഇതിന് ധാരാളം. ഒരു ഗ്ലാസ് അവല്, ഒരു കവർ പാല്, ഒരു ഉണ്ട ശർക്കര, നല്ല മധുരം കിട്ടും. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി കിട്ടും. ഒന്ന് തണുത്തിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാൻ എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.